ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഇതാ ഒരു കസ്റ്റർഡ് ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കി തരുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടിതാ ഒരു പാക്കറ്റ് മിനി ബണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പശുവിൻ്റെ പാലാണ്. പിന്നെ ഇതാ കസ്റ്റർഡ് പൗഡറാണ് നമുക്ക് ആവശ്യം. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാലിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് കട്ടയൊന്നും കൂടാതെ നല്ല രീതിക്ക് ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മളൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. തരി ഒട്ടും ഇല്ലാത്ത രീതിയിൽ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇത് ചൂടില്ലാത്ത തണുത്ത പാലാണ് കേട്ടോ. ചൂടുള്ള പാലിൽ ഒഴിക്കുമ്പോൾ അത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനിയിപ്പോൾ കട്ടയൊന്നും കൂടാതെ നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതിയാകും. ഇനി ഒരു പാന് ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് പശുവിൻ്റെ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബോയിലായി പാല് തിളച്ച് വരുന്ന സമയത്ത് തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ നല്ലതുപോലെ ഒരു തവി വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് ഈ കസ്റ്റാർഡ് ക്രീം ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കടയിലൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ വാങ്ങാൻ കിട്ടുന്ന മിനി ബണ്ണാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബണ്ണം ഉപയോഗിക്കാവുന്നതാണ്. മിനി ബണ്ണ് ഇതുപോലെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. മുഴുവനായിട്ടും കട്ട് ചെയ്യരുത്, ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഓരോ മിനി ബണ്ണിലും നമ്മളുടെ കസ്റ്റാർഡ് ക്രീം നിറയ്ക്കാം. ഞാനിപ്പോൾ കുറച്ച് ചൂടാറിയ കസ്റ്റാർഡ് ക്രീം ഓരോ ബണ്ണിലായിട്ട് ഉള്ളിൽ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ക്രീമിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോ ബണ്ണിലും നമ്മളുടെ കസ്റ്റാർഡിൻ്റെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഓരോ ബണ്ണിലും കസ്റ്റാർഡ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ക്രീം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാ മിനി ബണ്ണിലേക്കും കസ്റ്റാർഡ് ക്രീം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഡെക്കറേഷനായിട്ട് ബാക്കി വരുന്ന കസ്റ്റാർഡ് ക്രീം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി വന്ന ക്രീം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കസ്റ്റാർഡ് ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കി തന്നത്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.